ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണവും അതുപോലെ പല രോഗങ്ങൾക്കും പരിഹാരം നൽകാൻ കഴിയുന്ന വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഇതിന് ഉണ്ണിപ്പിണ്ടി എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഈ വാഴപ്പിണ്ടി അരിയുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. വാഴപ്പിണ്ടി ഇതുപോലെ കട്ടിംഗ് ബോർഡിൽ വെച്ച ശേഷം റൗണ്ടായിട്ട് ആദ്യം നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത് മുറിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ നാരും കൂടെ നമുക്ക് ഇതുപോലെ വിരലിൽ ചുറ്റിയെടുക്കാം. ഓരോ കഷ്ണമായിട്ട് വട്ടത്തിൽ അരിയുമ്പോൾ അതിൻ്റെ നാര് ഇതുപോലെ നമ്മൾ കയ്യിൽ ചുറ്റിയെടുത്ത് കളഞ്ഞാൽ മതി. ഇനി മുറിച്ചെടുത്ത 2-3 കഷ്ണങ്ങൾ ഒന്നിച്ച് വെച്ച് നീളത്തിലും കുറുകയും അരിഞ്ഞാൽ നമുക്ക് ഇത് തോരനായിട്ടുള്ള കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇത് ഒരു ഇരുമ്പിൻ്റെ കലവറയാണ്. മാത്രമല്ല കിഡ്നി സ്റ്റോണ്, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഇതെല്ലാം തടയുന്നതിന് വാഴപ്പിണ്ടി വെച്ചിട്ടുള്ള വിഭവങ്ങൾ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വാഴപ്പിണ്ടി കിട്ടുകയാണെങ്കിൽ ആരും അത് വെറുതെ കളയരുത്. ഇതുപോലെ കറിയോ ജ്യൂസോ തോരനോ എന്തെങ്കിലും വിഭവങ്ങളാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുത്ത വാഴപ്പിണ്ടി കഷ്ണങ്ങൾ ആദ്യം നമ്മളൊരു പാത്രത്തിൽ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട ശേഷം ഇട്ട് വയ്ക്കാം, അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം അതിൻ്റെ കറ പോകുന്നതിനായിട്ട്. ഇനി അതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ജീരകം, അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആദ്യം മൂപ്പിച്ചെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വാഴപ്പിണ്ടി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പും ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അധിക നേരമൊന്നും വാഴപ്പിണ്ടി വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്ത് നമുക്ക് വാഴപ്പിണ്ടി വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചെറുപയർ, 1 കപ്പ് ചെറുപയറും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ തോരന് നല്ലൊരു ടേസ്റ്റ് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറുപയറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അതിനുള്ള വെള്ളമെല്ലാം വറ്റി ഇവിടെ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ചൂടോടുകൂടി ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ല രുചിയാണ്. അപ്പോൾ ഇതുപോലെ വാഴപ്പിണ്ടി കിട്ടിയാൽ എല്ലാവരും തോരൻ വെച്ച് കഴിക്കണം. അതുപോലെ തന്നെ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ റെസിപ്പി അറിയുന്നവരുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.